ചേച്ചി ചേച്ചി ഓ ആരാ? ഞാൻ SP അയ്യോ എന്റെ പൊന്ന് സാറേ, എന്റെ ഭർത്താവിനെ ഒന്നും ചെയ്യല്ലേ. എന്റെ ഭർത്താവ് ഇത്തിരി കുടിക്കുന്നുള്ളൂ, അല്ലാതെ ഒരു തെറ്റും ചെയ്യില്ല. എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവല്ല എന്റെ പൊന്ന് സാറേ. നിങ്ങൾ എന്തോന്ന് പെണ്ണും പിള്ളേ അസ്ഥാനത്ത് കിടന്ന് ഓവറാക്ഷൻ കാണിക്കുന്നത്? അല്ല ഇപ്പൊ നിങ്ങളല്ലേ പറഞ്ഞ SP ആന്ന്? SP എന്ന് പറഞ്ഞ് നിങ്ങൾ പറഞ്ഞപ്പോ SP ആന്ന്. പോലീസ് ആണെന്ന് പറഞ്ഞു. SP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ചാടി സല്യൂട്ട് അടിച്ച് ഓവറാക്ഷൻ കാണിക്കാനാ വേണ്ടത്. ആണ്ട്രാ, ഇപ്പൊ നിങ്ങളല്ലേ ഓവറാക്ഷൻ കാണിക്കുന്നത്? ഓവറാക്ഷൻ അല്ല അപ്പൊ SP എന്ന് പറഞ്ഞത്? SP എന്ന് പറഞ്ഞാൽ സുരേന്ദ്രൻ പേട്ട. അപ്പൊ സുരേന്ദ്രൻ പേട്ടയല്ല, നിങ്ങൾ സുരേന്ദ്രൻ മാട്ട. നിങ്ങൾ എന്നെ കൂടെ തെറ്റിക്കും. ഞാൻ ആനയെ കൊണ്ടുവന്നതാണ്. ഞാൻ ആന വായിക്കൂലല്ലോ, ഞാൻ ആന വായിക്കാറില്ല. ഞാൻ വായിക്കുന്ന കാര്യമല്ല പറഞ്ഞത്, ഞാൻ ആനയെ കൊണ്ട് വന്നതാണെന്ന്. ആനയും കൊണ്ടുവന്നാണോ? ദൈവമേ, എനിക്ക് ആന ഭയങ്കര ഇഷ്ടാട്ടോ. സത്യം പറഞ്ഞ ആനക്കാരെയാണ് ഏറ്റവും ഇഷ്ടം. അല്ല ഞാൻ കാര്യം ചോട്ടെ, ഇത്രയും വലിയൊരു ജീവിയെ നിങ്ങൾ എങ്ങനെയാണ് ഈ പിടിച്ചു നിർത്തുന്നത്? എങ്ങനെയാ? എന്റെ ചൂണ്ട് വിരലിൽ ഞാൻ പിടിച്ചു നിർത്തും ആനെ. ഞാൻ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ എന്റെ ആന തുമ്പി കൈ വെക്കും. ഞാൻ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ചെവിയിട്ട് ഇങ്ങനെ അടിക്കും. ഞാൻ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ആന ഡാൻസ് കളിക്കും. അതെന്താണ്? ഇലക്ട്രിക് ആന. പിന്നെ ഇലക്ട്രിക് ആനയുടെ കാര്യമാണോ പറഞ്ഞത്? ഓ അതോ നിക്കണ കണ്ടില്ലേ? അയ്യോ ഇതാണോ ഇലക്ട്രിക് ആന? ഞാൻ ആദ്യമായിട്ട് ഇലക്ട്രിക് ആന കാണുന്നത്. എന്റെ സ്വന്തം ആനയാണ് നടേശൻ. ഞാൻ വന്നതേ ആനയെ കുത്തിയിടാൻ വേണ്ടി വന്നതാണ്. അയ്യോ ആനയെ കുത്തിയിടാൻ പറ്റില്ലല്ലോ, ആന നമ്മളല്ലേ കുത്തി മറിച്ചു. ഇത് ഏത് വാക്കെടുത്തോണ്ടാ പോണത്? ഞാൻ അതല്ല പറഞ്ഞത്, ആനയ്ക്കൊന്ന് ചാർജ് ചെയ്യാൻ വേണ്ടി. അതെ, മന്ത്രി പങ്കെടുക്കുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്, അങ്ങോട്ട് കൊണ്ടുപോയ വഴിക്ക് ഈ ആനയുടെ ചാർജ് തീർന്ന്. ചേച്ചി ഒന്ന് ചാർജ് കുത്തിയിടാ, ഒരു ചെറിയൊരു സഹായം. അയ്യോ നടക്കത്തില്ല, ഇത്രയും വലിയ ആനയൊന്നും ചാർജ് ചെയ്യാനുള്ള ചാർജ് ചെയ്യാവുള്ളൂ, പൈസ തരാ. അയ്യോ നടക്കത്തില്ല. ഞങ്ങൾ ഒന്നാമത് വീട് കണ്ടോ ശോഷിച്ചിരിക്കുക, ഒന്നാമത് അത്രയും കറണ്ട് എടുക്കാനില്ല. അതുകൊണ്ടാണ് ആനനെ കുത്തിയിടാൻ പറ്റത്തില്ല. അപ്പൊ സമ്മതിക്കൂല? അയ്യോ സമ്മതിക്കൂല, ആനനെ കുത്തിയിടാൻ. ചാർജ് ഒരുപാട് കൂടുതലാവും അല്ലേ? കറണ്ട് ചാർജ് ഒരുപാട് കൂടുതലാവും, നടക്കത്തില്ല. എന്തോരം കറണ്ട് ബില്ലാ വരുന്നേ. അതൊന്നും കൂടെ പറ. എന്തോരം കറണ്ട് ബില്ലാ വരുന്നേ. ഇങ്ങോട്ട് നോക്കിയെന്ന് പറ. എന്തോരം കറണ്ട് ബില്ലാ വരുന്നേ. കാവ്യമാധവൻ. അയ്യോ കാവ്യമാധവന്റെ കറക്റ്റ് സൗണ്ട്. അയ്യോ സത്യം, എന്റെ രണ്ട് പിള്ളേരാണ് സത്യം. കാവ്യമാധവന്റെ സൗണ്ട് സത്യം. ശരിക്കും സത്യം പറഞ്ഞ ഈ കുടുംബശ്രീയിലെ പെണ്ണുങ്ങളൊക്കെ അങ്ങനെ പറയാറുണ്ട്, ഞാൻ സമ്മതിച്ചു കൊടുക്കാറില്ല. എല്ലാ സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ കാവ്യമാധവന്റെ ലുക്കും ഉണ്ട്. തോന്നുന്നുണ്ടല്ലേ? ഞാൻ കണ്ണാടിയിൽ ഇടക്ക് നോക്കുമ്പോ എനിക്കും തോന്നാറുണ്ട്. അമ്മ സത്യമായിട്ട് ലുക്ക് ഉണ്ടല്ലേ? എന്നാ പിന്നെ ആനയെ ചാർജ് ചെയ്തോ. ഇവിടെ ഈ എന്റെ അനിയന്റെ ഇലക്ട്രിക് സ്കൂട്ടറൊക്കെ ചാർജ് ചെയ്യാനായിട്ട് ഇവിടെ ഒരു ബോർഡ് കിടപ്പുണ്ട്, അങ്ങ് ചാർജ് ചെയ്തോ. വയറ് നിറച്ച് ചാർജ് ചെയ്തിട്ട് ഇവിടുന്ന് പോയാ മതി, 5 പൈസ തരണ്ട. കരിമിഴിക്കുരുവിയെ കണ്ടീലോ. ഒറ്റ കാവ്യമാധവനിലങ്ങ് വീണ്. നയൻതാരെന്നും കൂടെ പറഞ്ഞിരുന്നെങ്കിൽ വീടും സ്ഥലവും കൂടെ എഴുതി തന്നെ. എവിടുന്നടാ ഇതൊക്കെ? അതൊരു സംശയം ചോദിക്കട്ടെ? ചോര്. ഇതെങ്ങനെയായി ചാർജ് ചെയ്യുന്നത്? ഇത് ആനയുടെ ഉയരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്ററിയാണ്. പക്ഷെ എന്റെ ഭർത്താവിന്റെ ഉയരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെക്കാടിയാ. ബെക്കാടിയുടെ മോൻ എവിടെ? നിങ്ങളെ ഭർത്താവ് എവിടെ? അയ്യോ ഒന്നും പറയണ്ട, അത് വലിയൊരു കഥയാ. അങ്ങേറൊറ്റ ഇരിപ്പിന് 1 ലിറ്റർ മദ്യം കഴിക്കും. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും 7 മണിയാകുമ്പോ വീട്ടിലെത്തും. വേറെ ഏതെങ്കിലും വീട് നോക്കിയാൽ മതിയായിരുന്നു. ഒരു വെള്ളം പൊന്നും പോവും കരിനീല ചാന്തും. എന്തൊരു പാട്ടടേ ഇത്! ഞാൻ തന്നെ പാടുകയും വേണം, ഞാൻ തന്നെ കൂവുകയും വേണം. അതെന്തൊരു പാട്ടാണ് ലേളിയ. ആടാ നീ? ഞാൻ മറ്റേ പിടികിട്ടി. കുഞ്ഞുനാള് നിങ്ങൾ LP സ്കൂളിൽ പഠിച്ചോണ്ടിരുന്നപ്പോഴേ അന്ന് പാല് മേടിക്കാൻ അങ്ങോട്ട് വരുമ്പോ പോയപ്പം 2 പരിചയമുണ്ട്, മാമന്റെ മോളായിട്ടൊക്കെ വരും. ഇപ്പൊ ഒത്തിരി നാൾക്ക് ശേഷം ഇവിടെ വെച്ച് കണ്ടു, ഇവിടെ വെച്ച് സംഗമിച്ചു. ഓപ്ഷൻ ബി, നിന്നെ പെണ്ണ് കാണാൻ ഇവൻ വന്നു, അവിടെ വെച്ച് നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു, പക്ഷെ വീട്ടുകാർ തമ്മിൽ എന്തോ സാമ്പത്തിക പ്രശ്നത്തിന്റെ പേരിൽ അവസാനം കെട്ടാൻ പറ്റിയില്ല. വേറൊരുത്തം കെട്ടിക്കൊണ്ടുപോയി ഒത്തിരി നാളുകൾക്ക് ശേഷം ഇവിടെ വെച്ച് കണ്ടു. എന്നാ പിന്നെ ഒരു കാപ്പി കുടിച്ചാലാന്ന് പറഞ്ഞ് വീണ്ടും വന്ന് സംഗമിച്ചു. അങ്ങനെയല്ല, മണിക്കുട്ടി ഓടിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഫോണെ ഫ്രണ്ട് പിന്നുള്ള ഓപ്ഷൻ ഫോണെ ഫ്രണ്ടാണ്. ഫോണിനകത്ത് നിങ്ങൾ സംസാരിക്കുന്നു, ചാറ്റ് ചെയ്യുന്നു, വരാൻ പറയുന്നു, ഇവിടെ നിൽക്കുന്നു, സംഗമിക്കുന്നു. അയ്യോ അല്ല ചേട്ടാ, സത്യം അതുമല്ലെങ്കിൽ പിന്നെ നീ ആരാ? ഞാൻ ചാർജ് ചെയ്യാൻ വന്നത്. ഇവിടെ അടിച്ചപ്പോ ഇവിടെ എങ്ങനെയാണ് ശബ്ദം കേട്ടത്? അപ്പൊ ഇവിടെ നൊന്തു,
അപ്പൊ ബ്ലൂടൂത്ത് കണക്ഷൻ. അയ്യോ അല്ല, സത്യമായിട്ടും അല്ല ഏട്ടാ. അല്ല, ഞാനൊരു കാര്യം പറയാം. നീ ഒന്നും പറയണ്ട, ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. രണ്ടുപേർക്കും ഞാൻ പറഞ്ഞുതരാം. എഴുതിയെടുത്തോ, ഫിർ ആയിട്ട് FIR ആയിട്ട് എഴുതിയെടുത്തോ. അങ്ങനെയും പറയാ. പറ. രണ്ടുപേരും കൂടെ രാത്രി 10 മണി കഴിഞ്ഞപ്പോ വീട്ടിന്റെ പുറത്തിറങ്ങി നിന്നിട്ട് കാമുകയും കാമുകനും കൂടെ സംഗമിച്ചതിന് ശേഷം ഭർത്താവ് വരുമ്പം തലയ്ക്ക് ദണ്ട് വെച്ച് അടിച്ചു കൊല്ലുന്നു, ചാക്കി കെട്ടുന്നു, പുഴയിൽ ഒഴുക്കുന്നു. അയ്യോ എന്റെ പൊന്നു ഭഗവാനെ, ഞങ്ങൾ അങ്ങനെ ഒരു പദ്ധതി ഇട്ടിട്ടില്ല ചേട്ടാ. അങ്ങനെ പദ്ധതി ഇട്ടിട്ടില്ല. ഇല്ല. അപ്പൊ ജ്യൂസിന് മദ്യത്തിനകത്ത് ജ്യൂസ് കലർത്തി സ്നേഹപൂർവ്വം അടുത്ത് വിളിച്ചോണ്ട് വരണമെന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നു, കൊന്നുകളയുന്നു. അയ്യോ ഞങ്ങൾ അങ്ങനെ ആലോചിച്ചിട്ട് പോലും ഇല്ല. എന്നെ കൊല്ലാനുള്ള കണ്ടന്റ് ഞാൻ തന്നെ കൊണ്ടു കൊടുത്തിരിക്കുന്നു.